ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുന്ദരി കളക്ടറായിട്ട് കൊല്ലം ജില്ലയിൽ അങ്ങ് ചാർജ് എടുക്കുകയാണ്. അപ്പോഴാവും അവിടെ ഒരു സ്ത്രീ, ഒരു പാവം പിടിച്ചൊരു സ്ത്രീ അവിടെ നിരാഹാരമായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ എന്താണെന്നുള്ള കാര്യമൊക്കെ സുന്ദരി ചോദിച്ചറിയാനായിട്ട്. അപ്പോൾ ആ സ്ത്രീ പറയുകയാണ്, ഞാൻ 2-3 ദിവസമായി ഇവിടെ വന്നിരിക്കുന്നു. പക്ഷേ എൻ്റെ സങ്കടം കേൾക്കാൻ ആരും തന്നെ ഇല്ല. എൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ വീടാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. ഞങ്ങൾക്ക് ആ വീട്ടിൽ കിടന്ന് മരിക്കണം എന്നാണ് ആഗ്രഹം. എൻ്റെ ഭർത്താവിന് തീരെ സുഖമില്ല. ഇപ്പോൾ എൻ്റെ ഭർത്താവ് ഒരു അഭയ കേന്ദ്രത്തിലാണ്. തണൽ എന്നാണ് ആ ഒരു കേന്ദ്രത്തിൻ്റെ പേര് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഉണ്ടായത് എന്നുള്ളത് എനിക്ക് വിശദമായിട്ട് കേൾക്കണം എന്ന് പറയുമ്പോൾ ഉത്തമൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റാഫ് പറയണേ, മാഡം ഞാൻ ചുരുക്കി പറഞ്ഞു തരാം എന്ന് പറയുമ്പോൾ സുന്ദരി പറയാണ്, അത് പറ്റില്ല, എനിക്ക് ചുരുക്കി കേട്ടാൽ പോരാ, വിശദമായിട്ട് തന്നെ കേൾക്കണം, അമ്മ പറയൂ എന്നും പറഞ്ഞിട്ട് ആ ഒരു സ്ത്രീയോട് കാര്യം ചോദിക്കാനായിട്ട്. അപ്പോൾ ആ സ്ത്രീ പറയണേ, ഞങ്ങൾക്ക് ഗുരുവായൂർ അമ്പലത്തിൽ നേർച്ച നേർന്ന് ഉണ്ടായതാണ് ഞങ്ങൾക്കൊരു കുഞ്ഞ്. അത് ആൺകുഞ്ഞാണ്. അവൻ്റെ പേര് കണ്ണൻ എന്നാണ്. പിന്നീട് ഞങ്ങൾക്ക് ആ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി പറ്റുകയോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ എൻ്റെ മോൻ വലുതായ ശേഷം എൻ്റെ മോന് ഞങ്ങളെയും കൂട്ടിയിട്ട് ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോവാം, അച്ഛനും അമ്മയും എൻ്റെ കൂടെ പോരെ എന്നും പറഞ്ഞിട്ട് ഞങ്ങളെ അവൻ കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞ ശേഷം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മോനെ പെട്ടെന്ന് കാണാതായി. അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലായിടത്തും ഞാനും എൻ്റെ ഭർത്താവും തിരഞ്ഞു നോക്കി, പക്ഷേ കാണാനില്ല. അങ്ങനെ എൻ്റെ ഭർത്താവിന് കാര്യം മനസ്സിലായി. എൻ്റെ ഭർത്താവ് പറഞ്ഞു, നമ്മുടെ മോൻ നമ്മളെ ഈ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അവിടെ നട തള്ളി പോയിരിക്കുകയാണ് എന്ന് പറയട്ടെ. അപ്പോൾ അതിൻ്റെ മുന്നേ ആ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് വീട് പൂട്ടി ഇറങ്ങുമ്പോൾ ഈ അച്ഛൻ ഈ മോൻ്റെ കയ്യിൽ, ഈ കണ്ണൻ എന്ന് പറഞ്ഞ മോൻ്റെ കയ്യിൽ ചാവി കെടുക്കുമ്പോൾ അയാൾ പറയും, വേണ്ട, അച്ഛൻ്റെ കയ്യിൽ തന്നെ ഈ ചാവി ഇരുന്നോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് സ്നേഹത്തോടു കൂടിയിട്ടുള്ള ഒരു പ്രകടനമാണ് ആ കണ്ണൻ എന്ന് പറഞ്ഞ ആൾ അങ്ങനെ അച്ഛനോടും അമ്മയോടും കാട്ടുന്നതൊക്കെ. അപ്പോൾ അവർക്കൊരു സംശയവും തോന്നുന്നില്ല. പിന്നീട് അവരെ പുറത്തിറക്കിയ ശേഷം ഗേറ്റ് അടക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴൊന്നും ഈ അച്ഛനും അമ്മയ്ക്കും ഒരു സംശയം തോന്നാതെയാണ് അവൻ ചെയ്യുന്നത്. പിന്നീട് അവിടെ ഗുരുവായൂർ എത്തിയ ശേഷം അച്ഛനെ അമ്മയെ അവിടെ കളഞ്ഞ ശേഷം അയാൾ അങ്ങ് തിരിച്ചു പോരുകയാണ്. പിന്നീട് ആ വീടും പറമ്പും സ്ഥലമൊക്കെ ഒരു ക്രിസ്റ്റഫർ പറഞ്ഞ ഒരു വലിയ ഒരു പൈസക്കാരനും ക്രിമിനൽ കൂടി ആയ ആൾക്കാണ് ഈ കണ്ണൻ എന്ന് പറഞ്ഞ ആൾ ആ സ്ഥലവും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുന്നത്. പക്ഷേ ആ സ്ത്രീയുടെ ഭർത്താവിൻ്റെ പേരിലായിരിക്കും ആ സ്ഥലവും വീടും ഒക്കെ ഉണ്ടാവുക. പക്ഷേ ഒരു വലിയ തുകയ്ക്ക് തന്നെ ക്രിസ്റ്റഫറിൻ്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങിയ ശേഷം കണ്ണൻ ആ സ്ഥലം അയാൾക്ക് അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെയാണ് സംഭവം ഉണ്ടാകുന്നത്. അങ്ങനെ ഈ സ്ത്രീ വന്ന് കഷ്ടപ്പെട്ടിട്ട് സ്ത്രീയും ഭർത്താവും കൂടി വന്ന ശേഷം ആ വീട്ടിലേക്ക് കയറാൻ പറ്റില്ല. വീട് അങ്ങ് പൂട്ടിയിട്ടിരിക്കാവും, ഗേറ്റൊക്കെ ലോക്കാക്കിയിരിക്കാവും. അപ്പോഴത്തേക്കും ഇയാൾക്കാണെങ്കിലോ ഈ സ്ത്രീയുടെ ഭർത്താവിന് ആകെ അങ്ങ് വയ്യാതെ ക്ഷീണിച്ചിട്ടുണ്ടാവും. അയാൾക്കൊരു അസുഖമുള്ള ആളായിരിക്കും. അങ്ങനെ അയാൾ ഒരു കല്ലെടുത്തിട്ട് ആ ഗേറ്റിൻ്റെ ലോക്ക് തുറക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോഴത്തേക്കും ഈ ക്രിസ്റ്റഫറിൻ്റെ 2-3 ഗുണ്ടകൾ അങ്ങ് വരികയാണ് കേട്ടോ. എന്നിട്ട്, ആരാണ് ഈ ഗേറ്റൊക്കെ അതിക്രമിച്ച് തുറക്കാം? ഇത് നിങ്ങളുടെ വീട്, ഇത് എൻ്റെ വീടാണ്, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ എൻ്റെ വീടാണ്, എനിക്ക് ഈ വീട്ടിൽ കയറിയിട്ട് ഒന്ന് കിടക്കണം, എനിക്ക് ഈ വീട്ടിൽ വേണം മരിക്കാൻ, എൻ്റെ ശവം ഇവിടെയാണ് അടക്കം ചെയ്യേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ, ആര് പറഞ്ഞു ഇതിപ്പോൾ നിങ്ങളുടെ വീടാണെന്ന്? നിങ്ങളുടെ മകൻ ഞങ്ങളുടെ മുതലാളിക്ക് ഒരു വലിയ തുകയ്ക്കാണ് ഈ വീട് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ഇവിടെ അവകാശമില്ല, മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോ, ഇല്ലെങ്കിൽ ചവിട്ടി കൂട്ടി കളയും, കൊന്നു കളയും, അപ്പുറത്ത് കായലുണ്ട്, അവിടെ പോയി ചത്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഗുണ്ടകൾ അങ്ങ് ഭീഷണിപ്പെടുത്താൻ കേട്ടോ. അപ്പോൾ ആ അച്ഛനും അമ്മയും ആകെ അങ്ങ് പേടിക്കുകയാണ്. എന്നിട്ട് ഗുണ്ടകൾ, ഞങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഇവിടുന്ന് പോയിട്ടില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ കൈകൊണ്ട് ഇല്ലാതാക്കുമെന്ന് പറയട്ടോ. എന്നിട്ട് ഗുണ്ടകൾ അവിടുന്ന് പോയ ശേഷം ഈ സ്ത്രീയുടെ ഭർത്താവ് അങ്ങ് സുഖമില്ലാണ്ടാവുകയാണ്. അങ്ങനെ പെട്ടെന്ന് അവിടുത്തെ ആളുകളൊക്കെ വന്ന് കൂടിയിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കേട്ടോ. അങ്ങനെ ഇത് കേൾക്കുമ്പോൾ സുന്ദരിക്ക് നല്ല സങ്കടം വരികയാണ് കേട്ടോ. നിങ്ങളുടെ മകൻ ഇപ്പോൾ എവിടെയാണ് ഉള്ളത് എന്നൊക്കെ ചോദിച്ചറിയാൻ. അപ്പോൾ അവനിവിടെ ഇല്ല, അവൻ വേറൊരു സ്ഥലത്താണ് എന്ന് പറയുമ്പോൾ, നിങ്ങൾ ഒരു പേടിയും വിചാരിക്കേണ്ട, നിങ്ങളുടെ ഭർത്താവ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ വീട് നിങ്ങൾക്ക് തന്നെ അവകാശപ്പെട്ടതാണ്. അത് ഏത് വലിയ കൊമ്പൻ സ്രാവിൻ്റെ അടുത്താണെങ്കിലും ഞാൻ അത് നിങ്ങൾക്ക് വാങ്ങിച്ചു തന്നിരിക്കും. പക്ഷേ അമ്മ എനിക്ക് ഒരു വാക്ക് തരണം, ഈ ഉമ്മറപ്പടിയിലിരുന്ന് എൻ്റെ ഒരു കളക്ട്രേറ്റിൻ്റെ മുന്നിലിരുന്ന് നിങ്ങൾ നിരാഹാരം കെടുക്കരുത്, നിങ്ങൾ ഭക്ഷണം കഴിക്കണം, അതാണ് എനിക്ക് ആദ്യം ചെയ്തു തരേണ്ടത്. മോള് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. ഞങ്ങളുടെ ആഗ്രഹം പോലെ ഞങ്ങളുടെ വീടും സ്ഥലവും ഞങ്ങൾക്കൊന്ന് വിട്ട് കിട്ടണം, ഞങ്ങൾക്ക് അവിടെ കിടന്ന് വേണം മരിക്കാൻ, ഞങ്ങൾ മരിച്ച ശേഷം എൻ്റെ മോൻ അത് വിൽക്കുകയോ എന്താന്ന് വെച്ച് ചെയ്തോട്ടെ, അതുവരെ ഞങ്ങൾക്ക് അവിടെ ജീവിക്കണം, അത് മോള് സാധിച്ചു തരണം എന്നൊക്കെ പറഞ്ഞ് സുന്ദരി വാക്ക് കൊടുക്കാനായിട്ട്. അങ്ങനെ അച്ഛമ്മ പറയാണ്, എൻ്റെ മോൾ ഒരു വാക്ക് പറഞ്ഞാൽ അത് ഏത് കൊലകൊമ്പം വന്നാലും എൻ്റെ മോൾ ആ വാക്കിൽ നിന്നും പിന്മാറില്ല. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളൂ, നിങ്ങൾക്ക് ആ സ്ഥലം
സ്ഥലം നിങ്ങളുടെ ഭർത്താവിൻ്റെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ സ്ഥലം നിങ്ങൾക്ക് തന്നെ എൻ്റെ മോള് വാങ്ങിച്ചു തന്നിരിക്കുമെന്ന് പറയട്ടെ. അങ്ങനെ ആ സ്ത്രീക്ക് ഭയങ്കര സന്തോഷമാവാണ്. അങ്ങനെ ആ സ്ത്രീ ദൈവത്തോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ. ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചു തന്നല്ലോ എന്നുള്ള ആ ഒരു നന്ദിയൊക്കെ പറഞ്ഞ ശേഷം സുന്ദരി പിന്നെ ഓഫീസിൽ കയറിയിരുന്നു. ഒപ്പിട്ട ശേഷം എല്ലാ സ്റ്റാഫുകളും അപ്പോഴത്തേക്കും വന്നിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് അവരോട് ഇവിടെയുള്ള എല്ലാ സ്റ്റാഫുകളെയും എനിക്ക് പരിചയപ്പെടണം, പക്ഷേ ഇപ്പം ഞാൻ ഉത്തമനെ പരിചയപ്പെട്ടു, അതുപോലെ നിങ്ങൾ ഓരോരുത്തരെയും എനിക്ക് പരിചയപ്പെടണം എന്നും വേണ്ടി ഓരോ സ്റ്റാഫിൻ്റെ പേരും ഒക്കെ ചോദിച്ചറിയാൻ കേട്ടോ. എന്നിട്ട് സുന്ദരി അങ്ങ് ഓർഡർ ഇടുകയാണ്. ആ സ്ത്രീയുടെയും ഇതിൻ്റെ ഭർത്താവും കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്ഥലമാണ് ആ മകൻ കാരണം ഇല്ലാതായിട്ടുള്ളത്. അതുകൊണ്ട് ആ മകന് എവിടെയാണെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ ആ മകന് 1 മണിക്കൂറിനുള്ളിൽ തന്നെ എൻ്റെ അടുത്ത് വന്നിരിക്കണം എന്ന് ഓർഡർ ഇടുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെ സഹായിക്കാൻ ഈ നിൽക്കുന്ന പോലീസും ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ ശേഷം സുന്ദരി ആ ഒരു ഓർഡർ ഉണ്ട് കൊടുക്കുകയാണ്. പിന്നീട് ആ സ്ഥലത്തിൻ്റെ എല്ലാവിധ ഡീറ്റെയിൽസും ആധാരവും എല്ലാം തന്നെ എനിക്ക് 1 മണിക്കൂറിനുള്ളിൽ തന്നെ എൻ്റെ ടേബിളിൻ്റെ മുകളിൽ വന്നിരിക്കണം, ആരാണ് ക്രിസ്റ്റഫർ എന്നുള്ളതും എനിക്ക് അറിയണം എന്ന് പറയുമ്പോൾ ഉത്തമൻ പറയാണ്, മാഡം വിചാരിക്കുന്ന പോലത്തെ ഒരാളല്ല, അയാൾ ഒരു വലിയൊരു ക്രിമിനലും വലിയൊരു പൈസക്കാരനുമാണ്. അയാൾക്ക് ഒരു വലിയ തുകക്കാണ് ഇയാളുടെ മകൻ ആ സ്ഥലവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. പക്ഷെ അയാളുടെ അപ്പോൾ സുന്ദരി പറയാണ്, അയാൾക്ക് സ്ഥലം കൊടുക്കണമെങ്കിൽ ഈ വന്നിരിക്കുന്ന സ്ത്രീയുടെ ഭർത്താവിൻ്റെ പേരിലല്ലേ ആ സ്ഥലവും വീടും, പിന്നെ എങ്ങനെ അത് കൊടുക്കാനുള്ള അവകാശമുള്ളത്? ആദ്യം ആരുടെങ്കിലും പേരിൽ നിന്ന് മാറ്റണ്ടേ? അതൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്ത് ന്യായത്തിലാണ് അങ്ങനെ ഒരു സ്ഥലം കൈമാറ്റം ചെയ്തിട്ടുള്ളത്? അതുകൊണ്ട് ഇതൊന്നും വില പോകുന്ന കാര്യമില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് ക്രിസ്റ്റഫറിൻ്റെ എല്ലാ ഡീറ്റെയിൽസും എന്നെ അടുത്ത് വന്നിരിക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ. പിന്നീട് സുന്ദരി അങ്ങനെ അവർക്ക് ആ സ്റ്റാഫുകൾക്കൊക്കെ ഓരോ ഓർഡർ കൊടുത്ത ശേഷം ക്രിസ്റ്റഫറിനെയാണ് കാണിക്കുന്നത്. അയാൾ ഒരു ബോൺ ക്രിമിനൽ തന്നെയായിരിക്കും. അയാൾക്ക് എതിരായി നിൽക്കുന്ന ഓരോരുത്തരായിട്ട് അയാൾ കൊന്നൊടുക്കുന്ന ഒരു ആളായിരിക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് പേരെ ഉപദ്രവിച്ച് അയാൾ കൊന്നു തള്ളുന്ന ആ ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നീട് സുന്ദരിയും ക്രിസ്റ്റഫറും തമ്മിലുള്ള നേരെയുള്ള യുദ്ധത്തിൻ്റെ എപ്പിസോഡുകളാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്. അടുത്ത എപ്പിസോഡിൽ സുന്ദരിയോട് സഹായം ചോദിച്ചു വന്ന ആ സ്ത്രീയുടെ ഭർത്താവ് മരിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അയാളേനെ ആ സ്ഥലത്ത് തന്നെ അടക്കം ചെയ്യണം എന്നുള്ള കാര്യം സുന്ദരി എല്ലാവരോടും കൂടി ചേർന്ന് പറയാണ്. അയാൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സ്ഥലവും വീടുമാണ്. അയാളുടെ ആഗ്രഹം തന്നെ ആ വീട്ടിൽ കിടന്ന് മരിക്കണമെന്നും അവിടെ തന്നെ എൻ്റെ ശവം അടക്കം ചെയ്യണമെന്നുമുള്ളതാണ്. അതുകൊണ്ട് അയാളുടെ ആ ആഗ്രഹം നടന്നിരിക്കണം എന്നും പറഞ്ഞിട്ട് ആ സ്ത്രീയുടെ ഭർത്താവിൻ്റെ ബോഡി അവിടെ തന്നെ അടക്കം ചെയ്യാൻ സുന്ദരി ഓർഡർ ഇടുന്നൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്. സുന്ദരിയുടെ ഏറ്റവും വലിയ ശത്രുവായിട്ട് ഇനി ക്രിസ്റ്റഫർ പറഞ്ഞ ആളും സുന്ദരിയും തമ്മിലുള്ള പോരാട്ടങ്ങളായിരിക്കും കേട്ടോ ഇനിയുള്ള എപ്പിസോഡിൽ ഉണ്ടാവുക. അയാളുടെ എല്ലാവിധ പ്ലാനുകളും സുന്ദരി ഈ ഒരു കളക്ടർ ജോലി ഉപയോഗിച്ച് തന്നെ ഇല്ലാതാക്കുകയും അയാളുടെ എല്ലാ കൊള്ളരുതായ്മയും സുന്ദരി കണ്ടെത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്.